ഞങ്ങൾ ഇന്നലെ ഒരു ഗെറ്റ് ടുഗദറിന് പോയിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ നടത്തി. അവിടെ ചെന്നു. ഞങ്ങൾ ഒരു 5-6 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സന്തോഷത്തോടെ സംസാരിച്ചു. രാഷ്ട്രീയം സംസാരിച്ചു, വീട്ടുകാര്യങ്ങൾ സംസാരിച്ചു, ഓരോരുത്തരുടെ വിവാഹത്തിനെ പറ്റി സംസാരിച്ചു, അതായത് വിവാഹം നടന്നതിനെ പറ്റി സംസാരിച്ചു, ജോലി കിട്ടിയ കഥ പറഞ്ഞു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും കൂടി ഇരുന്ന് അവൾ നന്നായി ഞങ്ങളെ ട്രീറ്റ് ചെയ്തു. പോകുന്നപ്പോൾ കുറേ പഴമാങ്ങയും പിന്നെ കുറേ ചെടികളും ഒക്കെ തന്നു വിട്ടു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഞാൻ ആ വർക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പോയി. രാവിലെ സമയം കണ്ടെത്തി ഞങ്ങളെല്ലാവരും കൂടി പറവൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ വേറെ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി സന്തോഷിച്ച് തിരിച്ചു പോന്നു. നല്ല മഴയായിരുന്നു വൈകുന്നേരം. എന്നാലും ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും തിരിച്ചെത്തി. ഗ്രൂപ്പിൽ തിരിച്ച് ഞങ്ങൾ മെസ്സേജ് ഇട്ടു, ഞങ്ങളെല്ലാവരും എത്തി, ഇന്ന സാധനങ്ങൾ കിട്ടി, അതും ഇതൊക്കെ പറഞ്ഞ് നല്ല സന്തോഷം അനുഭവിച്ചു. പണ്ടുള്ള ആളുകൾ, അതായത് ഞങ്ങളെ പോലെയുള്ള, അതായത് ഈ 72-ന് മുന്നിന്, എൻ്റെ 72-ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ 72-ന് മുന്നുള്ളവരും 72-ഉള്ളവരും അതിനോടനുബന്ധിച്ച് കുറച്ചുള്ള ആളുകളും വളരെയധികം സന്തോഷം അനുഭവിക്കാനും അനുഭവിച്ചിരുന്നവരും ആണ്. അത് സന്തോഷം അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴുള്ള ഈ ജനറേഷൻകാർക്ക് സന്തോഷമല്ല കൂടുതലുള്ളത്, സൗകര്യമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സന്തോഷം പ്രത്യേകിച്ച് വേണമെന്നില്ല. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ള സന്തോഷം വേണമെന്ന് ഒട്ടും താല്പര്യമില്ല. അവരവർക്ക് കിട്ടുന്ന സന്തോഷം മാത്രം മതി. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പോൾ നമ്മൾ പണ്ടുള്ള സന്തോഷവും അനുഭവിച്ചു, ഇപ്പോഴുള്ള സൗകര്യവും അനുഭവിച്ചു. ലോകം വിരൽ തുമ്പിലാണ്. അപ്പോൾ പിന്നെ എന്തിനും ഏതിനും ഈ ഒരൊറ്റ വിരൽ മതി നമ്മുടെ മുന്നിലെത്തും സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ സൗകര്യം മാത്രം മതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൗകര്യത്തേക്കാൾ ഉപരി സന്തോഷത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുട്ടികളോട് തന്നെ ഫോൺ ഉപയോഗിക്കേണ്ട, ഫോൺ മാറ്റി വയ്ക്കും, ഫോൺ തരില്ല എന്ന് പറയുന്ന ആ മാതാപിതാക്കൾ 24 മണിക്കൂറും ഫോണിലായിരിക്കും. ആ ഫോൺ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ കുട്ടിയെ ഉപദേശിക്കാൻ അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടയ്ക്ക് എന്നെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ്, മറ്റുള്ളവരല്ല. അപ്പോൾ മറ്റുള്ളവർ എന്നെ നിയന്ത്രിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയല്ലേ വേണ്ടത്. അപ്പം നമ്മളെന്ത് വേണം? ഞാൻ എൻ്റെ ഫോൺ ഇടയ്ക്ക് ഒരേ ദിവസങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഞാനതിനെ അഡിക്ഷൻ ആവാതെ സൂക്ഷിക്കാറുണ്ട്. ഞാനെടുത്ത് 2-3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസമൊക്കെ നമ്മൾ ഫോൺ എടുത്ത് വയ്ക്കും. വരുന്ന കോളുകൾ മാത്രം എടുക്കും, അത്യാവശ്യ കോളുകൾ മാത്രം ചെയ്യും. അങ്ങനെ ഒരു ദിവസം മുഴുവനും അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫോൺ ഉപയോഗം തുടങ്ങി, വീണ്ടും അതുപോലെ തന്നെ. അപ്പോൾ നമ്മളിൽ ഒരു കൺട്രോൾ വരുവാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ബന്ധത്തിനിപ്പോൾ കുട്ടികളാരും നാട്ടിലില്ല, എല്ലാവരും വിദേശത്താണ്. പഠനത്തോടൊപ്പം ജോലി എന്നുള്ള പേരിൽ അവരെല്ലാവരും വിദേശത്തേക്ക് ചേക്കേറി. നാട്ടിൽ അമ്മയും അച്ഛനും മാത്രമായി. വയസ്സാകുമ്പോൾ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ജീവിച്ച് സന്തോഷത്തോടെ മരിക്കേണ്ട അവർക്കിപ്പോൾ സങ്കടത്തോടെ പല വൃദ്ധസദനങ്ങളിലും പോയി കിടന്ന് മരിക്കേണ്ട അവസ്ഥയാണ്. വന്നിരിക്കുന്ന മക്കൾ സ്വന്തം അച്ഛനമ്മയെ പോലെ കൂടപ്പിറപ്പുകളെയും ഭർത്താവിൻ്റെ മക്കളെയും ഒക്കെ സ്നേഹിക്കാതായി. അതുപോലെ തന്നെ മരുമക്കൾ ഭാര്യയുടെ ആളുകളെയും അതുപോലെ സ്നേഹിക്കാതെയായി. അങ്ങോട്ടും ഇങ്ങോട്ടും നിൻ്റെ ആളുകൾ, എൻ്റെ ആളുകൾ, നിങ്ങളുടെ ആളുകൾ, അവരുടെ ആളുകൾ, അങ്ങനെ പറഞ്ഞ് അകറ്റി നിർത്തി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും ഇല്ലാണ്ടായി. പണമാണ് പ്രധാനം. പിന്നെ സ്ത്രീധനം ഒരു വലിയ പ്രശ്നമാണ്. സ്ത്രീ മാത്രം പോരാ, സ്ത്രീക്ക് ധനവും കൂടി കൊടുത്തു വിടണം. എന്നിട്ട് അവിടെ ചെന്ന് കിടന്ന് അവരുടെ വീട്ടുവേലകളും അവരുടെ മക്കളെ വളർത്തലും, കുട്ടികളുണ്ടായി അവരുടെ പുറകെ നടക്കലും ഉറക്കമുളയ്ക്കലും കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ച സ്ത്രീക്ക് വീണ്ടും സ്ത്രീധനം കൊടുത്തില്ലെന്നുള്ള പരാതി വേറെ, സ്ത്രീധനം കുറഞ്ഞു പോയിട്ടുള്ള പരാതി വേറെ, അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് നാട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് കിടന്നിട്ട്. അപ്പോൾ പണത്തോടുള്ള അമിതമായ ആർത്തിയാണ് ഈ സമാധാനക്കേടിൻ്റെ കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പരിധി വരെ താഴെക്കിടയിലുള്ള ആളുകൾ, താഴെക്കിടയെന്ന് ഉദ്ദേശിച്ചത് പണം ഉദ്ദേശിച്ചിട്ടാണോ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒരാളെയും നമ്മൾ താഴേക്കിടയെന്ന് പറയാൻ പാടില്ല. പണത്തിൽ താഴത്ത് നിൽക്കുന്ന ആളുകൾ, അതാണ് താഴേക്കിട എന്ന് ഉദ്ദേശിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം പണം അവർക്ക് അത്യാവശ്യമാണ്.
അവർക്ക് പണം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം ജീവിച്ച് പോകാൻ മാർഗ്ഗമുള്ള ആളുകൾ വീണ്ടും വീണ്ടും പണത്തിനെ പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ പണം തേടിയുള്ള ആർത്തിമൂത്തിട്ടുള്ള ഓട്ടം കൊണ്ട് ജീവിക്കാൻ തന്നെ മറന്നുപോയ കുടുംബങ്ങളുണ്ട്, ഇപ്പോഴുമുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കാൻ ശീലിക്കുക. ഇനിയെങ്കിലും കുറച്ച് സമയം നമുക്ക് ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഈസി ആയിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്താനായിട്ട് പെട്ടെന്ന് സാധിക്കും. തിരിച്ച് ഇതിലേക്ക് കയറാനാണ്, ശരീരത്തിലേക്ക് കയറാൻ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് എന്തെല്ലാം പ്രോബ്ലങ്ങൾ വന്നാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒളിച്ചോട്ടമാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഒളിച്ചോട്ടമല്ല, ധൈര്യമുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. കൂടുതലും ധൈര്യമുള്ളവർ ആത്മഹത്യ ചെയ്യാൻ വളരെയധികം ധൈര്യം വേണം. ഞാൻ പലതവണയൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ആത്മഹത്യ. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാണ് ചിന്തിച്ചത്. എനിക്ക് ഈ നമുക്ക് സ്വന്തമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനായിട്ട് നമ്മുടെ ശരീരമാകുന്ന ഗൃഹം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ആ ഗൃഹത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ്. അതായത് ഭഗവാന്റെ അനുവാദമില്ലാതെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഭഗവാൻ നമുക്ക് തന്നത് ഭഗവാൻ എടുക്കുമ്പോൾ എടുത്തോട്ടെ. അത്രയും നാളെ നമ്മളെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയാലും നമ്മളത് സഹിക്കുക, എന്തുമാത്രം സന്തോഷിച്ചാലും സന്തോഷിക്കുക. അതാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം. ഞാൻ പല പല ദുർഘടഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി അടക്കം ആത്മഹത്യ ചെയ്താലോ എന്ന് വരെയുള്ള ചിന്തകളുണ്ടായിട്ടുള്ള കാലങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ കാലഘട്ടത്തിൽ. അതിന് പലരും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഗൃഹം, നമ്മുടെ ഈ സ്വന്തം ഗൃഹം നമുക്ക് അവകാശം. കല്ലും മണ്ണും മാളിക കെട്ടിയ ഗൃഹമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ശരീരമാകുന്ന ഗൃഹം വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ച് ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഇതിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ പോയി, ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് മറുജന്മമുണ്ടോ മുജ്ജന്മമുണ്ടോ അതൊന്നും നമുക്കറിയില്ല. നമ്മളിവിടുന്ന് പോയാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നും അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മളിൽ തന്നെ തുടരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ നമ്മുടെ ശരീരം നമ്മൾ ഭംഗിയായി സൂക്ഷിക്കുക. വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ശരീരത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അത് വയസ്സായി പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം എപ്പോഴും. അപ്പോഴാണ് നമ്മുടെ ശരീരം നമുക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ കാലം നമുക്ക് ഈ വീട്ടിൽ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു കാര്യം. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് നമ്മുടെ ഒരു വാക്ക് മതിയാവും. അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ ഒരു വാക്ക് മതിയാവും. അപ്പോൾ നമ്മൾ ആയുധത്തേക്കാൾ വളരെയേറെ മൂർച്ചയേറിയ ഒരു ആയുധമാണ് നമ്മുടെ ആയുധങ്ങളിൽ വെച്ച് ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന് പറയേണ്ടി വരും നമ്മുടെ നാവിനെ. സോ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ആരോടായാലും, പ്രായമായവരോടായാലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുക. പിന്നെ ഇപ്പോഴായി പിന്നെ നേരത്തേക്ക് എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത്ര പെട്ടെന്ന് സങ്കടമൊന്നും വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് 50+ കഴിഞ്ഞ് പിന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഭർത്താവോ മക്കളോ ആരെങ്കിലും എന്തെങ്കിലും മുഷിഞ്ഞ് സംസാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ 2 കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരാൻ. അതെനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ അറിയാണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കണ്ണിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ വന്ന് വായയുടെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ കണ്ണുനീര് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ പ്രായമായവരോട്, എന്നേക്കാൾ പ്രായമുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തിരി മയത്തിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കും, പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ അതിനെ നമ്മൾ ക്ഷമിക്കുക. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എന്തെല്ലാം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവർ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ ഇത്ര വരെ ആക്കിയില്ലേ. അപ്പോൾ അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നമ്മൾ ക്ഷമിക്കുക, അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, സൗമ്യമായി സംസാരിക്കുക. അതൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മരുന്നും സന്തോഷവും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത്. അത് കൊടുക്കാതെ നമ്മൾ അവരോട് ഹാർഷായിട്ട് സംസാരിച്ച് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് പ്രത്യേകിച്ച് സ്വന്തം അമ്മയോട് നമ്മൾ ഒരിക്കലും റാഷായിട്ട് സംസാരിക്കാതിരിക്കുക. അവരുടെ മനസ്സ് വേദനിച്ചാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ശാപം. നമ്മൾ കാണപ്പെട്ട ദൈവമാണ് അമ്മ എന്നാണ് പറയാറെന്നല്ല ആണ്. അതായത് നമ്മൾ ജനിച്ചപ്പോൾ ഫസ്റ്റ് കണ്ടത് നമ്മുടെ അമ്മയെയാണ്. വേറൊരു ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല. രണ്ടാമത് കണ്ട ദൈവമാണ് അച്ഛൻ. അമ്മ ചൂണ്ടിക്കാണിച്ച ദൈവമാണ് അച്ഛൻ. അപ്പോൾ നമ്മൾ 2 ദൈവത്തെയാണ് ആകെ കണ്ടിട്ടുള്ളത് ജനിച്ചപ്പോൾ. അത് കഴിഞ്ഞാണ് അമ്പലങ്ങളും പള്ളികളും, മുസ്ലിം പള്ളികളും ഹിന്ദു അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടായത്. അതിന് ശേഷമാണ് മനുഷ്യരുണ്ടാക്കിയതാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാതെ നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ വീടാണ് വലിയൊരമ്പലം. അപ്പോൾ അവിടെ
നമ്മുടെ 2 പ്രതിഷ്ഠകളുണ്ട്, അച്ഛനും അമ്മയും. അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ അടുത്ത് ഇടയ്ക്ക് പോവുക, അവരോട് സംസാരിച്ചിരിക്കുക, കുറച്ച് നേരം, വല്ലപ്പോഴും മതി, എപ്പോഴും വേണ്ട. അപ്പോൾ അവരെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെ അവരെ നോക്കുക. അതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനങ്ങളാണ്. വേറെ ഒന്നും അവർക്ക് വേണ്ട, അവർക്ക് ഇതൊക്കെ മാത്രം മതിയാവും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ശീലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വാക്കുകൾ ചിലരെങ്കിലും മാറ്റും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. പോകെ പോകെ നമ്മൾ ഓരോരോ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും പണത്തേക്കാൾ മൂല്യം നൽകുക, സന്തോഷത്തിനായിരിക്കണം. സൗകര്യത്തെക്കാളും പണത്തേക്കാളും മൂല്യം സന്തോഷത്തിന് നൽകി, സമാധാനത്തിന് നൽകി, സന്തോഷത്തോടെ കഴിയുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, അടുത്ത വീഡിയോ വരേക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ടാറ്റാ, ബൈ, സീ യു.